ഹലോ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. അതായത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, സാംസങ്ങിൻ്റെ അപ്ഡേഷൻ എറർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോൺ, എൻ്റെ ഫോൺ എന്ന് പറയുന്നത് സാംസങ് S22 128GB ഫോണാണ്. ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്നത് ഓക്സിജൻ കടവന്ത്രയിൽ 2022 ഡിസംബർ 26 മറ്റാം. അപ്പോൾ കുറച്ച് നാൾ ഈ ഫോൺ വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റൽ കേസാണ് കാരണം ഈ ചാർജ് ചെയ്യുന്ന സമയത്തും ഫോൺ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും ഫോൺ സർവീസ് ചെയ്യുന്നത്, കാരണം ഓൺ വാറന്റി പീരീഡ് ആണല്ലോ, സോ ഞാൻ സർവീസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സിലാണ്. അപ്പോൾ ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ എന്തെടുത്തു, ഐ വെന്റ് ടു ദ സർവീസ് സെൻറ്റർ. അപ്പോൾ അവർ പറഞ്ഞു ആസ് പെർ ദെയർ ഇൻസ്ട്രക്ഷൻ അവരെന്നോട് പറഞ്ഞു ഇതിനകത്ത് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്ഡേഷനൊക്കെ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ടോക്കണൊക്കെ എടുത്ത് കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും, ആ ടോക്കണൊക്കെ വിളിച്ച് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങണമല്ലോ, കാരണം ഈ ദിവസങ്ങളിൽ വീക്കെൻഡ്സിലൊന്നും ഇതില്ല, നമ്മൾ വീക്ക് ഡേയ്സിൽ മാത്രമായിട്ട് ഇതിന് പോകണം, ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങണം. അത് ഒരു ദിവസത്തെ വഴിയാണ്. അങ്ങനെ അവിടെ പോയിരുന്ന് ടോക്കണൊക്കെ എടുത്ത് അവർ പറഞ്ഞതനുസരിച്ച് ഇത്രയും ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓർത്തോണം. എന്നിട്ട് ഓക്കെ, എല്ലാവരും ചെയ്യുന്നതാണല്ലോ, നമ്മൾ ആ ഒരു പ്രോപ്പർ വേ കൂടെ തന്നെ പോകണം. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഇതുപോലെ അപ്ഡേഷൻ ചെയ്യണം, അപ്പം നിങ്ങൾക്ക് ഈ ഇഷ്യൂസൊക്കെ സോൾവ് ആയി കിട്ടും എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അപ്ഡേഷൻ ചെയ്തു. അപ്പം ഓക്കെ, അങ്ങനെ ഞാൻ ഈ അപ്ഡേഷൻ ചെയ്തു. ഓർത്തോണേ, സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റിനെയും അവരുടെ സർവീസിനെയും വിശ്വസിച്ച് ഒരു സാധാ കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ അപ്ഡേഷൻ ചെയ്ത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ പോലെ കുറച്ച് നാളൊക്കെ വളരെ സ്മൂത്തായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റി. ഞാനൊരു സാധാ കസ്റ്റമറാണ്. അതായത് ഞാൻ DMI ഫിനാൻസിലാണ് ഈ ഫോൺ എടുത്തത്. എനിക്ക് ടോട്ടൽ കോസ്റ്റ് ഏകദേശം 67,553 രൂപ വന്നു. അപ്പോൾ അതുകൂടാതെ ഞാനൊരു 1 ഇയർ പ്രൊട്ടക്ഷൻ എടുത്തു. അതിനൊന്നും ഒരു യൂസും ഇല്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ചെയ്ത് കുറച്ചൊക്കെ സോൾവ് ആയി, പറഞ്ഞ പോലെ പെർഫോമൻസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചു. ആഫ്റ്റർ ദാറ്റ് പിന്നെ April 24 എന്തോ വേറൊരു അപ്ഡേഷൻ വന്നു. അതായത് അത് ഓട്ടോ ആയിട്ട് വരും, വൈഫൈ ഒക്കെ ഓൺ ആണെങ്കിൽ തന്നെ അപ്ഡേഷനൊക്കെ സംഭവം അറിയാതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോഴത്തേക്കിനും തന്നെ ആയിക്കോളും. അങ്ങനെ വീണ്ടും അപ്ഡേഷൻ ചെയ്തു ഗൈസ്. എനിക്കിതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. ഞാൻ അപ്ഡേഷൻ ചെയ്തു, പണി പാളി. അവസാനം ഒരു ലൈൻ ഇങ്ങനെ അപ്പിയർ ആവാൻ തുടങ്ങി ഫോൺ. എല്ലാവർക്കും ഗ്രീൻ ലൈൻ ആയിരിക്കും, എനിക്ക് പിങ്ക് ലൈനാണ് വന്നത്. ആർക്കെങ്കിലും പിങ്ക് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആദ്യം ഒരു ചെറിയ ഒരു ലൈനായിട്ടാണ് വന്നത്, പിന്നെ അത് നല്ല കറക്റ്റായിട്ട് ഫോണിന് നടുവിൽ തന്നെ വന്നു. ശരിക്കും സാഡ് ആവത്തില്ലേ? കാരണം നമ്മൾ ഇത്രയും ഒരു ഫോൺ ഇത്ര ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ലൈൻ വരുമ്പോൾ ശരിക്കും വിഷമം വരും. ഞാൻ എനിക്ക് അറിയാവുന്നതൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞു, അയ്യോ എൻ്റെ ഫോണിന് ഇത് വന്നു. എന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് സർവീസൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് മൊബൈൽ ഷോപ്സിലൊക്കെ. അപ്പോൾ അവരെയൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇങ്ങനെ ലൈൻ അപ്പിയർ ആവുന്നുണ്ട് ഫോണിൽ ആഫ്റ്റർ അപ്ഡേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ വരെ ലൈനായി, നമുക്ക് ലൈനായില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും എനിക്കറിയാവുന്നവരെയൊക്കെ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ സമാധാനം വരത്തില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അർഷാദ് പറയുന്നത് ഇത് അപ്ഡേഷൻ ഇറവാടിയെന്ന്. അപ്പോൾ ഒരു ദർ ഇസ് എ സ്കോപ്പ്. അപ്പം ഞാൻ എന്തെടുത്തു, ഞാൻ പ്രത്യേക ദിവസം വിട്ടുവിടുന്നു. അപ്പം ഞാൻ ഗൂഗിളൊക്കെ നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റിന് അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിട്ട് പൊട്ടി. ഞാൻ അപ്പത്തേനും പോയി, എൻ്റെ നിയർ ബൈ സർവീസ് സെൻറ്ററിൽ പോയി. കോട്ടയത്താണ് പോയത്. കോട്ടയത്ത് പോയി അത് ഈ പറഞ്ഞ പോലെ ടോക്കണൊക്കെ എടുത്ത് കുറേ നേരം അവിടെ പോസ്റ്റ് കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന്, എൻ്റെ വേറൊരു ഫോണും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ഇത് അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വന്നേ. അപ്പോൾ അവർ അംഗീകരിക്കുമോ? അവരാരാ പുള്ളി? അവർ പറഞ്ഞു പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂഫ് വേണമായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്കറിയാം, ഇൻ കേസ് ഞാനപ്പോൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു, ഇൻ കേസ് അവർ നോ പറഞ്ഞാലും
എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെടുത്തു, പോകുമ്പോൾ ഉള്ള ഞാൻ പോകുന്നതും ടോക്കൺ എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തായിരുന്നു, സാംസങ് സർവീസ് സെൻറ്ററിൽ പോകുന്നതൊക്കെ. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഒരു പെങ്കൊച്ചാണ് അവിടെ ഇരുന്നത് റിസപ്ഷനായിട്ട്. അപ്പം എന്നോട് പറഞ്ഞു, മാഡം ഇത് അപ്ഡേഷൻ ഇററാണെന്ന് മാഡത്തിന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് മാഡത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഫോൾട്ട് കാരണമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയധികം കസ്റ്റമേഴ്സിനും ഇത്രയും ന്യൂസായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനു പ്രൂവ് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നിട്ട് അവരുടെ മാനേജറിനെ വിളിച്ചു. സംഭവം കുറച്ച് വിഷയമായി. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സൊക്കെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ വിഷയമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ എന്നോട് ഒരു കസ്റ്റമർ പറഞ്ഞു, മോളെ എനിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇത്രയും പൈസ കൊടുത്താണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അതായത് 14,000. അപ്പം അവർ എന്നോട് പറഞ്ഞു, എൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് പ്രീമിയം ഫോണാണ് എൻ്റെ. അപ്പം പ്രീമിയം കാറ്റഗറി വരുന്നത് കാരണം എൻ്റെ ഡിസ്പ്ലേക്കും ഞാൻ നോക്കിയായിരുന്നു നേരത്തെ, ഏകദേശം 12,000 ആ ഒരു റേഞ്ചൊക്കെ വരും. കൂട്ടിക്കോ 14,000 രൂപ സർവീസ് ചാർജും കൂട്ടി അവരെന്നോട് 14,000 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 14,000 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഫോൺ EMIക്ക് ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ഇട്ടിട്ട് നമുക്ക് EMIക്കാണല്ലോ എടുത്തുകൂടെ നല്ല ഫോൺ. നമ്മൾ എന്തിന് വൈ ഷുഡ് ഐ പേ ഫോർ? നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ മിസ്റ്റേക്ക് അല്ല. അപ്പം എനിക്ക് ശരിക്കും അത് ഇമോഷണലി ഭയങ്കര ഹേർട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ അങ്ങനെ പേയ്മെന്റ് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ പറയണേ, ഒരു ഫോൺ നമ്മൾ പ്രീമിയം ഫോൺ വാങ്ങിക്കുന്ന മിനിമം ഒരു 5 years 6 years എങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം എനിക്കത് ഭയങ്കര എന്നെ സംബന്ധിച്ചിട്ട് പറ്റാത്ത കേസാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ഓക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം ചെല്ലുന്നത് എവിടാ, ഞാൻ കോട്ടയത്തുള്ള കൺസ്യൂമർ കോർട്ടിൽ പോയി. അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യും. അവർ നല്ല അപ്രോച്ചായിരുന്നു. ഒരു നല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇങ്ങനെ ചെയ്യണം, ലൈക്ക് ഒരു ഫോം തന്നു. ആ ഫോം കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ പ്രൂഫ്, അതായത് ഫോൺ വാങ്ങിച്ചതിൻ്റെ അതായത് എന്താ പറയുക, ഇൻവോയ്സ്, ആ സാധനം വേണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്ത് തരാനാണ്? എൻ്റെ കയ്യിൽ ഈ ഫോണിൻ്റെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കാരണം ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി എൻ്റെ ആ ഇൻവോയ്സ് എൻ്റെ ഉണ്ടായിരുന്നില്ല. ഞാനത് ഓക്സിജനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം കോട്ടയത്തുള്ള ഓക്സിജൻ്റെ അവരുടെ ഷോറൂം ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയി ആ ഇൻവോയ്സ് കളക്ട് ചെയ്തു. അവരെന്തായാലും തന്നു കേട്ടോ, അത് കാര്യം. അപ്പം ആ ഇൻവോയ്സ് ഒരു പ്രൂഫാണ്. അങ്ങനെ ആ ഒരു ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു പ്രൂഫ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. അപ്പം അത് ഞാൻ കളക്ട് ചെയ്തു. ഇതപ്പോൾ എൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ അവസ്ഥ കേട്ടോ, ഒരു ലൈനായിരുന്നു. ഇപ്പം ഇത് 3 ലൈൻസ് ആയിട്ടുണ്ട്. ഇങ്ങനെ 3 ലൈൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണിന് ഇപ്പം 3 ലൈൻസ് ഉണ്ട് കേട്ടോ. ഈ ഫോണിലാണ്, ഞാൻ സാംസങ്ങിൻ്റെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കൺസ്യൂമർ കോർട്ട് ഇവിടെ അല്ല, പത്തനംതിട്ടയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി പത്തനംതിട്ടയിൽ. കാരണം പിറ്റേ ദിവസം പോയി അതിന് ശേഷം ഞാൻ വീണ്ടും സാംസങ്ങിനെ അപ്രോച്ച് ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഒഫീഷ്യൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ മേളിലും ഹെഡുണ്ട്. അത് അറ്റ്ലീസ്റ്റ് ആ ഒരു നടപടി പോലും കോട്ടയത്ത് ഓഫീസിൽ നിന്ന് വെച്ചാൽ അവരെടുത്തില്ല. പിന്നെ ഞാൻ പത്തനംതിട്ടയിൽ പോയി. പത്തനംതിട്ട കൺസ്യൂമർ കോർട്ടിൽ പോയപ്പം അവിടെ ഉള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇവിടെ സാംസങ്ങിന്റെ വേറൊരു സർവീസ് സെന്റർ ഉണ്ട്, എവിടെ, പത്തനംതിട്ടയിൽ. അവിടെയും ഞാൻ പോയി. അപ്പം എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യത്തിന് ഇപ്പം കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിൽ പോവുകയാണ്. അപ്പം എനിക്കിതിനെപ്പറ്റി എന്തെങ്കിലും ബേസിക്കായിട്ട് എന്തെങ്കിലും അറിയണമല്ലോ. അപ്പം ഞാൻ എന്തെടുത്തത്, ഇപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ഹൗവർ എനിക്ക് അറിയാവുന്നൊരു ലോയർ ഉണ്ടായിരുന്നു. അപ്പം അയാളെ വിളിച്ചു. അയാളെന്നെ വിളിച്ച് കഴിഞ്ഞാൽ അവസാനം അയാളൊരു ഡീലിങ്ങിലെത്തി. വേണമെങ്കിൽ ലോയറിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രീതിയിൽ സ്പീഡപ്പ് ആക്കാം കാര്യങ്ങൾ, നിങ്ങൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് അതിനും ഞാൻ ഒട്ടും വില്ലിങ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ഡയറക്റ്റ് നമുക്ക് ലോയർ ഇല്ലാതെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും, കാലതാമസം എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കയറി ഇറങ്ങാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു കാരണം കോടതി തോട്ടും അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പോകണം. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, ഞാനിതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയതല്ലേ, എന്നാലും വണ്ടിക്ക് കാശിൻ്റെ അതാകത്തല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, ഞാൻ ലോയർ ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. കൺസ്യൂമർ കോർട്ടിൽ. അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പോയി.
പക്ഷെ അതിനോടൊക്കെ ഞാൻ പത്തനംതിട്ട പോയ സമയത്ത് അവരുടെ രീതിയിൽ കംപ്ലൈന്റ് എടുത്ത് ഹെഡ് ഓഫീസിന് ഫോണ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് അവിടെ കേട്ടോ. അന്നേരം എനിക്ക് എൻ്റെ ഫോണിൽ ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫോൺ അവര് ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അവർ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. ഞാനപ്പോൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്യാം, അവരുടെ ഭാഗത്തുനിന്ന് അവരെങ്കിലും ചെയ്തു തരട്ടെ. ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സാംസങ്ങുകാർ എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് കരുതി ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം കംപ്ലൈന്റ് പോയി. അപ്പോൾ അവർക്ക് റിപ്ലൈ വന്ന് എന്നെ പിറ്റേ ദിവസം ഹെഡ് ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഷിജിൻ എന്ന് പറഞ്ഞ ഒരു മലയാളി റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നോട്, സാംസങ്ങിന്റെ ഷിജിൻ എന്ന് പറഞ്ഞൊരു അവസാനം എന്നോട് സംസാരിച്ചത്, അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്തോട്. അവർ പറഞ്ഞു ഫോണിനാണെങ്കിൽ അതായത് ഡിസംബർ 22-ാം തീയതി വാങ്ങിച്ചത്, എനിക്ക് ഏപ്രിലാണ് ഈ ഇഷ്യൂ വരുന്നത്. ഡിസംബർ 1 മാസവും 4-5 മാസം കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ 1 വർഷമാണല്ലോ വാറന്റി വരുന്നത്. അങ്ങനെ വാറന്റി ഓൾറെഡി എക്സ്പയർഡ് ആണ്. അപ്പോൾ വാറന്റി ഇല്ലാത്ത കാരണം ഫോണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരാൻ പറ്റത്തില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടായ കാര്യമല്ലല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫോണിൻ്റെ സൈഡിൽ ഒരു ബെൻഡ് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് ആർഗ്യുമെന്റ്, അതായത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് ഉണ്ടായി. നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ കൺസ്യൂമർ കോർട്ട് വഴി ഞാൻ ഇത് ലീഗലി മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഓക്കെ വിത്ത് ദാറ്റ്. അപ്പം ഞാനാണെങ്കിൽ അപ്പാണ് ഒരു ഇൻസ്റ്റയിൽ ഒരു റീല് കാണുന്നത്, ഇങ്ങനെ തന്നെ ഇഷ്യൂസ് വന്ന് കുറേ പേരുടെ റീൽസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. കരിക്കിനകത്തെ ലോലൻ്റെ വരെ ഫോൺ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് വന്ന കംപ്ലൈൻസ് ഒരു ബൾക്ക് ഓഫ് കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ഫ്രണ്ട് ഞാൻ ചാറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം എന്നോട് പറഞ്ഞു വേറൊരു രീതിയിൽ കംപ്ലൈന്റ് കൊടുക്കാം, നമുക്ക് പോവാതെ തന്നെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഇനിഷ്യൽ സ്റ്റെപ്പും കൂടെ ചെയ്തായിരുന്നു. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതിൽ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. അതിന് അസിസ്റ്റൻസ് കിട്ടും. അതിന്റെ കൺസ്യൂമർ കസ്റ്റമർ കെയറിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 1915 ടോൾ ഫ്രീ നമ്പറാണ്. അപ്പൊ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. നല്ല കസ്റ്റമർ കെയർ എന്തായാലും അവര് കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ അവര് പറഞ്ഞു തന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അതിന് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേന് എന്റെ ഫോണ് അറിയാലോ, വാറന്റി പീരീഡ് ഓൾറെഡി എക്സ്പയർഡ് ആയി. അപ്പം കുറെ കൂടെ ഫോണിന്റെ പഴയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ അതിന് റിവേർട്ട് വന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ റിവേർട്ട് വന്ന് സാംസങ്ങുകാരെ അങ്ങനെ ഞാൻ കംപ്ലൈന്റ് ചെയ്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഏകദേശം 2 മാസത്തോളമായി. എന്നിട്ട് അപ്പോഴും സാംസങ്ങുകാര് പറഞ്ഞു കസ്റ്റമറിന്റെ ഔട്ട് ഓഫ് ഡിമാൻഡാ, നമ്മുടെ കസ്റ്റമറുടെ ഡിമാൻഡിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവര് ചാർജബിൾ നെഗോഷിയേറ്റ് ചെയ്തായിരുന്നു. 14 എന്നുള്ളത് 10,000 ആക്കി തന്നു എനിക്ക്. ഇതിനാണ് നിങ്ങൾക്ക് എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇൻ കേസ് അതിനിപ്പം 500 രൂപയും കൂടെ ചാർജബിൾ ആയിരിക്കും, കാരണം അവരെ സർവീസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ, അത് 10,500 കൂട്ടാം. അപ്പം അത് ഞാൻ ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ ആ കേസിലും എനിക്ക് നെഗറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് വന്നേ. പക്ഷെ എൻ്റെ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ, ആൾക്ക് പക്ഷെ അതിൽ തന്നെ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുത്തില്ലോ, NIC എന്ന് പറഞ്ഞതിൽ. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി പുള്ളിക്കാരന് ഇത് കിട്ടി, റെസൊല്യൂഷൻ കിട്ടി. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു. 500 രൂപ എന്തോ സർവീസ് ചാർജ് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ എന്തായി, അവസാനം അവിടെയും ഒരു രക്ഷയില്ല. ഞാൻ വിട്ടുകൊടുക്കും മനസ്സിൽ. കാരണം എന്തിനാ വെറുതെ 14,000 രൂപ ഗൈസ്, എത്ര രൂപയാ. എന്നിട്ട് അവിടെ രക്ഷയില്ല. എന്നിട്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇത് വേറെ ഈഡാഗിൽ എന്ന് പറഞ്ഞിട്ടൊരു കൺസ്യൂമർ കോർട്ടിന്റെ ലീഗലിയുള്ള കോർട്ട് വഴി പോകുന്ന കേസിന്റെ പ്രൊസീജിയറൊക്കെ ചെയ്യണം. ഇത് ഈഡാഗിൽ government.nic.in എന്തോ ആണ് സംതിങ്. ഞാൻ അതും ഡിസ്ക്രിപ്ഷനിലിടാം ആ ലിങ്ക്. അതിൽ കയറി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ഭയങ്കരന്ന് വെച്ചാൽ ആ സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കണം. ഐ തിങ്ക് നമ്മുടെ ID പ്രൂഫ് ആൻഡ് രജിസ്റ്റേർഡ് മെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ, അതിൽ OTP ഒക്കെ വന്ന് വെരിഫൈഡ് ആയി അത് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്നൊരു യൂസർ IDയും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യും. നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്കതിൽ ലോഗിൻ ചെയ്ത് കയറാം. അതിൽ കംപ്ലൈന്റ് കൊടുക്കാം, നമുക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാം.
കംപ്ലൈൻറ്റ് കൃത്യമായുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ കൺസ്യൂമർ കോർട്ടിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു പോസ്റ്റൽ വഴി നമുക്കിത് അയച്ചു തരണം, ഒരു സെറ്റ് ഓഫ് കോപ്പി. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം അത് ആ പാർട്ടിക്ക് അയക്കണമല്ലോ, അതായത് ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ളൂ, എനിക്കത് സാംസങ് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിക്ക് നമ്മൾക്ക് അയക്കേണ്ട ഒരു പരാതി എഴുതുമ്പോൾ അതിന്റെ കോപ്പി വേണം. അതായത് 3 സെറ്റ് ഓഫ് കോപ്പി ഐ തിങ്ക് ഞാൻ കൊടുത്തത്. അപ്പൊ അത് പിന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് അറ്റാച്ച്മെന്റിന്റെ എല്ലാം നമ്മുടെ ID പ്രൂഫ് അതിന്റെയൊക്കെ കോപ്പി സെറ്റ് ഓഫ് വെച്ചിട്ട് വേണം ഞാൻ അയക്കാൻ. അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപയുടെ സ്റ്റാമ്പും അതുകൂടാതെ അക്നോളജ്മെന്റ് ലെറ്റർ ഉണ്ട്. അക്നോളജ്മെന്റ് ലെറ്റർ, പിന്നെ അത് അയക്കാൻ വേണ്ടിയിട്ടുള്ള കവർ, ഇത് ഉൾപ്പെടെ ഞാനൊരു കവറിനകത്തിട്ട്, വലിയൊരു കവറിനകത്തിട്ടു ഈ 3 സെറ്റ് ഓഫ് കോപ്പി ആൻഡ് ഒറിജിനലും അത് കൂടാതെ കോപ്പീസും എടുത്തു കേട്ടോ. അതായത് കംപ്ലൈന്റിന്റെ ഒറിജിനൽ ആൻഡ് 3 സെറ്റ് ഓഫ് കോപ്പി ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഞാൻ എന്റെ പത്തനംതിട്ടയിൽ അവർ അഡ്രസ്സിൽ അയച്ചു. അല്ലെങ്കിൽ ഒന്ന് പറയണേ, ലൈക്ക് കമന്റ് ചെയ്താൽ മതി. യെസ്. അപ്പം ഒറിജിനൽ അതുകൂടാതെ അഡീഷണൽ സെറ്റ് ഓഫ് കോപ്പി, അവർക്ക് അയക്കാനുള്ള പോസ്റ്റൽ കവർ, സ്റ്റാമ്പ്, അക്നോളജ്മെന്റ് ലെറ്റർ, ഇതെല്ലാം കൂടെ വെച്ച് നമ്മുടെ അതായത് കൺസ്യൂമർ കോർട്ട് സെന്ററിൽ നമ്മുടെ അയക്കണം. അയച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇന്നലെ വിളിച്ചപ്പോൾ അവർ കോർട്ടിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. അപ്പം നാളെ ഞാൻ പോയി കോർട്ടിൽ ഹാജരാവും. എന്നിട്ട് അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി ഒന്നും വരില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ എന്തൊക്കെയാണ് വിളിക്കുന്നത്. അതിനുശേഷമാണ് അവർക്ക് നോട്ടീസ് അയക്കുന്നത്. ഇതിനകത്ത് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുമോ നെഗറ്റീവ് റിസൾട്ട് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പോവാണ്, എന്താന്ന് കാണാം, ലെറ്റ്സ് സീ. അപ്പം ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പക്ഷെ അത് കൂടാതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇഷ്യൂസ് നേരിട്ട ഒരു 3 കസ്റ്റമർ സാംസങ്ങിന്റെ യൂസേഴ്സിന് തന്നെ എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഉണ്ട്. അപ്പം അവർക്കും ഈ സെയിം ഇഷ്യൂസ് എൻ്റെ പോലെ തന്നെ പിങ്ക് ലൈന് വന്നിരിക്കുന്നത്. അപ്പം അതും ഒരു പ്രൂഫാണല്ലോ, കാരണം എന്നെ പോലെ തന്നെ സാംസങ് യൂസേഴ്സിനും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അതും അവർ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഫർദർ ആയിട്ട് അത് പ്രയോജനപ്പെടുവാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എൻ്റെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഉപകാരപ്പെടും. അപ്പം നമുക്കെല്ലാം ഉപകാരപ്പെടും. അപ്പം ഞാനിപ്പോൾ അതിന് പോവാണ്. നാളെ ഇപ്പോൾ ഫസ്റ്റ് ഹിയറിംഗ് എന്ന് പറയാം. അപ്പം നാളെ എന്നെ അവരെ അവിടെ നിന്ന് വിളിക്കും. അപ്പം ഇതിനകത്ത് ഇത് വീഡിയോ ടു ബി കണ്ടിന്യൂഡ്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഇനി ഫർദർ ആയിട്ട് വരുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വാച്ച് വീഡിയോ, നമുക്ക് നോക്കാം. ഇതാണ് മറ്റേ അപ്ഡേഷൻ എറർ ഡീറ്റെയിൽ. ഞാൻ ഫസ്റ്റ് കൊടുത്ത NIC എന്ന് പറഞ്ഞ ഹെൽപ്പ് ലൈൻ സൈറ്റ് ആണ്. ഫോം, കൺസ്യൂമർ കോർട്ടിൻ്റെ ഫോം.